ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജെഎംഎസ് വെൽഗേറ്റേഴ്സ്. ഇന്ന് ഞാൻ എടുത്ത എൻ്റെ പ്രോഫോം അക്കൗണ്ടിൽ എടുത്ത ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് അനാലിസിസ് നടത്താം. ഫസ്റ്റ് തന്നെ USD JPY ആ ഒരു ഇതിനകത്ത് ട്രേഡ് എടുത്തത്, ആ ഒരു പേരിലെ ട്രേഡ് എടുത്തത് ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ 5:15 5:30 ജപ്പാൻ ഓപ്പൺ ആണ്, ഏഷ്യൻ സെക്ഷൻ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കൊള്ളിച്ചാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ആ ഒരു മൊമെൻറ്റം വന്ന ടൈമിലാണ് ഞാൻ ട്രേഡ് പിക്ക് ചെയ്യണത്. പക്ഷേ ലോങ് എടുത്തത് 4 ലോട്ടായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പ്രോപ്പറായിട്ട്. നമ്മുടെ 100 പിപ്പായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതിന് അഗൈൻസ്റ്റ് ആയിട്ട് 200 പിപ്പ് അല്ലെ 200 പോയിന്റ് ആണ് ടാർഗറ്റ്. 1:2 പ്രതീക്ഷിക്കുന്നുള്ളൂ. ഡെയിലി അത് എടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളല്ല, വലിയ ടാർഗറ്റ് എടുത്ത് പോകുന്ന കൺസെപ്റ്റ് അല്ല. പ്രോഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ് കീപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ സ്ട്രൈക്ക് റേറ്റ് വേണം നമുക്ക്. റിസ്ക് റിവാർഡിന് ഒരു പ്രത്യേക സാധനമൊന്നുമില്ല. നെഗറ്റീവ് റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോഫോമിൽ വിജയിക്കാം. നെഗറ്റീവ്, അതായത് 200 പോയിന്റ് സ്റ്റോപ്പ് വെച്ചിട്ട് 100 പോയിന്റ് ടാർഗറ്റ് എടുക്കുന്ന പല ആൾക്കാരും ഉണ്ട്. കാരണം അവർക്ക് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, അങ്ങനെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അപ്പം നമ്മുടെ ആ ഒരു പ്രോപ്പറായിട്ട് 1:2 ആണ് ഞാൻ എൻ്റെ മിനിമം ടാർഗറ്റ്. അത് കിട്ടിയില്ല, പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ ഒരു ട്രേഡ് ഉണ്ടായിരുന്ന ഗോൾഡിലായിരുന്നു, അത് സ്റ്റോപ്പായിരുന്നു. ഗോൾഡിൽ വീണ്ടും ഒരു ട്രേഡ്, അത് സ്റ്റോപ്പായിരുന്നു. അങ്ങനെ 3 ട്രേഡ് സ്റ്റോപ്പ് അടിച്ച്. പിന്നെ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നത് GBP/USD GBP/USD ഒരു ട്രേഡ് വ്യക്തമായിട്ട് നമുക്ക് ഒരു എൻട്രി എടുത്ത്, ആ ഒരു ഒറ്റ എൻട്രിയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ എല്ലാ സ്റ്റോപ്പ് ലോസും കവറായി. നല്ല ഏകദേശം ഒരു $600 പ്രോഫിറ്റിലോട്ട്. $600 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണ്. ഈ ഒരു ഏരിയയിലായിരുന്നു, അതായത് 35,000 എന്നുള്ള സൈക്കോളജിക്കൽ നമ്പർ പ്രോപ്പറായിട്ട് 1:30 മണി ടൈമിൽ ടാപ്പ് ചെയ്തപ്പോഴാണ് എൻട്രി എടുത്തത്. ഇത് എപ്പോഴും വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വർക്ക് ചെയ്യില്ല. ചിലപ്പോൾ ഇന്ന് വർക്ക് ചെയ്യാം, നാളെ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാതിരിക്കാം. ട്രേഡിങ് അങ്ങനെയാണ്. ഇതൊരു സെർട്ടനിറ്റി ഗെയിം അല്ല, പ്രോബോളിറ്റി ഗെയിമാണ്. പല പല നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നാളെ ഇതുപോലെ തന്നെ സെയിം സിനാരിയോ വന്നിട്ട് ട്രേഡ് എടുക്കണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് തോന്നണമെങ്കിൽ ട്രേഡ് എടുക്കില്ല. പക്ഷേ ഇത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെ കൺസെപ്റ്റ് വരുമ്പോൾ നാളെ അവൻ വീണ്ടും പോയി ട്രേഡ് എടുക്കും, അവൻ ട്രാപ്പ് ആവും. അതാണ് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞത്. നിങ്ങൾ മാർക്കറ്റിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ചാർട്ട് റീഡ് ചെയ്യുക, മാക്സിമം ഇൻഡിക്കേറ്ററിനെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു നോളജ് വെച്ച് മാത്രം ചാർട്ട് റീഡ് ചെയ്യുക. പ്രശ്നങ്ങൾ ഒരു സംശയമൊന്നും വേണ്ട. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ, കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ എന്നുള്ള കൺസെപ്റ്റേ മാറ്റുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യണം. പക്ഷെ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വഴികാട്ടുന്ന ഒരു ഇതാണ്. ഏതെങ്കിലും EMA അല്ലെങ്കിൽ ആരിഗേറ്റർ, RSI, VWAP, ബോളിഞ്ചർ ബാൻഡ് എല്ലാം നിങ്ങളെ വഴികാട്ടികളാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാട്ടിൽ കൂടി പോണേണ്. നിങ്ങളെ വഴികാട്ടാൻ ഒരു ഗൈഡ് ഉണ്ട്. അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് വഴി വെട്ടിപ്പോകുമ്പോൾ അതനുസരിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ വഴി വെട്ടിപ്പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഊർജം, പവർഫുൾ ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരാളുടെ പുറകെ പോകാനാണെങ്കിൽ പിന്നെ ആ ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ട കൂടെ മാത്രമേ പോവുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടേതായ വഴി വെട്ടി നിങ്ങൾ തന്നെ സഞ്ചരിക്കുക. അതാണ് ഞാൻ ട്രേഡിങ്ങിൽ പറയുന്നത്. ഇതൊരു സെർട്ടനിറ്റി ഗെയിം അല്ല, പ്രോബോളിറ്റി ഗെയിമാണ്. നിങ്ങൾ ഇതിന്റെ മാക്സിമം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണം ടൈം. ചാർട്ടിനോട് സ്പെൻഡ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പല ഇൻഫ്ലുവൻസിനെ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ സംഭവിച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ലോസ് ആയിരിക്കും ഫലം. അപ്പൊ നമ്മുടെ ആ ഒരു 35,000 എന്നുള്ള ഒരു ലെവലിൽ 1:30 മണി ക്യാൻഡിൽ പ്രോപ്പറായിട്ട് 1:15 ആ ഒരു ക്യാൻഡിൽ ടാപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത ടൈമിലാണ് ഞാൻ എൻട്രി എടുത്തത്. വിത്ത് 100 പിപ്പ് സ്റ്റോപ്പ് ലോസ്. പ്രോപ്പറായിട്ട് നമ്മുടെ 100 പോയിന്റ് ആണ്, അല്ലാണ്ട് 100 പിപ്പ് ആ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ മിനിമം ടാർഗറ്റ് 200 പോയിന്റ് അല്ലെ 200 പിപ്പായിരുന്നു. 1:2 ഞാൻ അത്രേ പ്രതീക്ഷിക്കാനുള്ളൂ. അവിടുന്ന് ബ്ലാസ്റ്റിംഗ് ആയിട്ട് വീണ്ടും പോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് മാറ്റർ ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. പിന്നെ ഫോറക്സും ഇന്ത്യൻ മാർക്കറ്റും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോറക്സ് വേറെ ലെവലാണ്. നല്ല ലിക്വിഡിറ്റി, നല്ല വോളിയം. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റ് ആവുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞല്ല, ഞാൻ ഈ അടുത്ത് വരെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇരുന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യിച്ചത്. പക്ഷെ പല ആൾക്കാരും എന്നോട് പറഞ്ഞ് താങ്കൾക്ക് ഫോറക്സ് നോക്കാൻ പാടില്ല. അപ്പം ഞാൻ പ്രോഫോം അതിനകത്താണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യണത്, ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യണത്. അപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 6 മണിക്കൂറുകളിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയാൽ പിന്നെ തീർന്ന്. ഒറ്റ ക്യാൻഡിലെ തന്നെ മൊമെന്റം പോയാൽ പിന്നെ വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ട്രേഡ് ചെയ്യും. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു ട്രെൻഡ് പിടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ട്രെൻഡ് പിടിച്ചങ്ങാൻ പോകും. പ്രോപ്പറായിട്ട് ഒരു ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്ത് സൂപ്പറായിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് ഒരു അപ് ട്രെൻഡാണ്. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡും നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്താണ് എപ്പോഴും ഫോറക്സ് മാർക്കറ്റുകൾ ഇത് തന്നെ ഉണ്ടല്ലോ എല്ലാം.
എല്ലാ മാർക്കറ്റും നിങ്ങൾ പുറകിലോട്ട് നോക്കിയാൽ മതി. ഞാൻ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യണ ഒരാളല്ല, ഫ്രണ്ട് ടെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് കാണിക്കുന്ന ഒരാളാണ്. എനിക്കത് ഇഷ്ടം. അല്ലാതെ വെറുതെ ബാക്ക് ടെസ്റ്റ് പോയി അവനറിയാൻ പാടില്ല, പണി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവൻ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അവന് പണി അറിയാമെങ്കിൽ അവൻ ട്രേഡ് എടുത്ത് കാണിക്കട്ടെ, പ്രോപ്പറായിട്ട് ലൈവിൽ ട്രേഡ് എടുത്ത് കാണിക്കുക, എന്നിട്ട് നിങ്ങൾ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും പറയാം. ഇതിന്റെ കൂടെ ഞാൻ എടുത്ത ട്രേഡ്, ലൈവിൽ എടുത്ത ട്രേഡും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ ഇവിടെ എടുത്തു വെച്ചെങ്കിൽ ഇങ്ങനെ കിട്ടിയേനെ, അങ്ങനെ കിട്ടുമായിരുന്നു എന്നല്ല കൺസെപ്റ്റ് അല്ല പറയണത്. വളരെ സിമ്പിൾ ലോജിക്ക് 1.5 മണി ക്യാൻഡിൽ 35,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ നമ്പറിൽ ടാപ്പ് ചെയ്തു, വേറെ ഒന്നും നോക്കിയില്ല, പ്രോപ്പറായിട്ട് എൻട്രി എടുത്തു. അതാണ് നമ്മുടെ ഒരു എൻട്രി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു, പ്രോഫിറ്റ് കിട്ടി. ഇന്നുണ്ടാക്കിയ ലോസുകളൊക്കെ റിക്കവർ ചെയ്ത് ഒരു മാന്യമായ റിട്ടേണിലായിട്ട് എൻഡ് ചെയ്യാൻ സാധിച്ചു. ട്രേഡിങ് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ എന്താ പറയുക, പ്രോഫിറ്റ് ട്രേഡിങ്ങിലോട്ട് വന്നെയാണെങ്കിൽ നിങ്ങൾ വലിയ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രം പ്രോഫിറ്റ് ട്രേഡ് ചെയ്യുക. അതല്ല നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1,00,000 പേര് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വെറും 12,000 ആൾക്കാർ മാത്രമേ പാസ്സാവുള്ളൂ. അതിൽ വെറും 3,000 ആൾക്കാർക്ക്, 1,00,000-ൽ 3,000 ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലും പേ ഔട്ട് കിട്ടുള്ളൂ. അതിൽ ഒരു 150-200 ആൾക്കാർ മാത്രമാണ് ലൈവ് അക്കൗണ്ടിലോട്ട് മാറുന്നത്. അപ്പോൾ അതിന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് നിങ്ങൾ നോക്കുക, 0.1% താഴെയെന്ന് വേണമെങ്കിൽ പറയാം. 1,00,000 പേരെടുത്താൽ വെറും നിസ്സാരമായിട്ടുള്ള ആൾക്കാർ മാത്രമേ വിജയിക്കുള്ളൂ, ബാക്കി എല്ലാവരും ലോസിലാണ്, പോവും, അക്കൗണ്ട് ബ്രീച്ച് ആക്കുകയാണ്. അപ്പം വ്യക്തമായിട്ടുള്ള ഒരു വിന്നിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മിനിമം ഒരു 80%, ഒരു 60-70% ഒരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ നല്ല സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് പ്രോഫിറ്റിലോട്ട് എന്നായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പം എല്ലാവർക്കും അപ്പം ഇതായിരുന്നു നമ്മുടെ ആ ഒരു ട്രേഡ്. പ്രോപ്പറായിട്ട് നമ്മൾ എടുത്ത ആ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതും കൂടി കാണാം. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ബൈ ബൈ. പിന്നെ നമ്മൾ ഫോറക്സിന് വേണ്ടി തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ചാനലല്ല, ഒരു ഗ്രൂപ്പ്. അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം എൻട്രികൾ വന്നത് 5:30 അതുപോലെ തന്നെ 1:30 അല്ലെങ്കിൽ 12:30, 1:30, പിന്നെ 6:30 to 7 ആ ഒരു ടൈമിലൊക്കെ എൻട്രി വന്നത്. നമ്മൾ ആ ടൈമിൽ മാത്രമേ എൻട്രി എടുക്കുള്ളൂ, ബാക്കിയുള്ള ടൈമിലൊന്നും നോക്കാറേ ഇല്ല. പിന്നെ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക, സ്വിച്ച് ഓഫ് ആക്കുക, അത്രേ ഉള്ളൂ. എൻട്രി എടുക്കുന്നു, നോക്കിയിരിക്കേണ്ട പരിപാടി ഇല്ല. ഫോറക്സിന്റെ ഗുണം അതാ. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തേക്കുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പണിക്കോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ പണിക്ക് നോക്കോ, ഇതിങ്ങനെ നോക്കിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ വല്ലപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ 1-2 മണിക്കൂർ മുമ്പ് ഒന്ന് നോക്കിയേക്കാം. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്കറിയാം, ടാർഗറ്റും അറിയാം. ഒന്നിലെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ട്രെയിൽ ചെയ്തേക്കാം. അത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ്ങിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കമ്പയർഡ് ടു ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.